ഹല്ലേലൂയ. കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നിങ്ങൾക്ക് സമാധാനം. പ്രിയപ്പെട്ടവരെ, ഇന്നൊരു പ്രഭാതം ദൈവം തന്നതിനും ഇന്നത്തെ ദിവസം നമുക്ക് തമ്പുരാൻ അനുഗ്രഹിച്ച് ജീവനോടെ ഇരിക്കാൻ സാധിച്ചതിനുമൊക്കെ നമുക്ക് കർത്താവിന് നന്ദി പറയാം കേട്ടോ. ഹല്ലേലൂയ, ആവേ മരിയ. ഈ ഒരു മാസം കൂടി തീരാൻ പോവുകയാണല്ലേ. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, ഓരോ മാസം തീരുന്നതിന് മുന്നോടിയായിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. കുറച്ചധികം സമയം ഇരിക്കാനായിട്ട് സമയം കണ്ടെത്തണം. വേറൊന്നിനും അല്ല കേട്ടോ. കാരണം ഈ മാസം ദൈവം നമുക്ക് തന്ന നല്ലതുമുണ്ട്, അതുപോലെ തന്നെ സങ്കടങ്ങളും ഉണ്ടാകും. ദൈവം തന്ന സങ്കടങ്ങളെന്നല്ല, സങ്കടങ്ങളുണ്ടാകും. അപ്പോൾ അതെല്ലാം ഓർത്തെടുത്ത് പറഞ്ഞ് ദൈവസന്നിധിയിൽ അർപ്പിച്ച് ദൈവത്തിന് നന്ദി അർപ്പിക്കാനും, അതോടൊപ്പം തന്നെ നമുക്ക് ഈ മാസം കിട്ടാതെ പോയിട്ടുള്ള അനുഗ്രഹങ്ങൾ, അനുഭവങ്ങൾ അത് ഇനി വരുന്ന നാളുകളിൽ കിട്ടാൻ വേണ്ടിയിട്ടും കുറച്ചുകൂടി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്യണം, പ്രാർത്ഥിക്കണം, നമ്മൾ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണമെന്ന് വളരെയേറെ ശ്രദ്ധയോട് കൂടിയിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ അറിയാവുന്നൊരു കാര്യമാണ്, നമ്മൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും, സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇസ്രായേലിലൊക്കെ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള എല്ലാ ദൈവമക്കൾക്കും വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. പറ്റുമെന്നുണ്ടെങ്കിൽ മാതാവിനോട് ചേർന്ന് ജപമാല അവർക്ക് വേണ്ടി നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ പ്രാർത്ഥനയിലുമൊക്കെ ജപമാല അർപ്പിച്ചുമൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് മറക്കരുത്. പ്രത്യേകമായിട്ട് മരണപ്പെട്ടു പോകുന്ന ദേവാത്മാക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് മറക്കരുത്. കാരണം കർത്താവ് നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ യുദ്ധങ്ങളെക്കുറിച്ചും കിംവദന്തികളെക്കുറിച്ചും കേൾക്കുമെന്ന്. അപ്പോൾ നമ്മുടെ ഈ ഒരു കാലഘട്ടം എന്ന് പറയാൻ നിങ്ങൾക്കറിയാമല്ലോ, യുദ്ധങ്ങൾ അധികമായിട്ട് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഒളിച്ചോടുക എന്ന് പറയുന്നത്, ഇപ്പോൾ ഭവനത്തിലായിരുന്നാൽ പോലും നമുക്ക് ഒളിച്ചോടുക എന്ന് പറയുന്നത്, മരണത്തിൽ നിന്ന് ഒളിച്ചോടുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കില്ല. അത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണല്ലേ. പക്ഷേ നമുക്ക് ദൈവത്തിൻ്റെ വലിയ കരുതലും സ്നേഹവും ഒക്കെ, അല്ലെങ്കിൽ നമുക്കൊരു ദൈവികമായിട്ടുള്ള സംരക്ഷണം നമുക്ക് കിട്ടണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒട്ടും വൈകാതെ തന്നെ പ്രാർത്ഥിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നമ്മൾ നാളെ എന്നും പറഞ്ഞ് നമ്മൾ മാറ്റി വെക്കരുത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്നൊക്കെ, വളരെ വലിയ ദുരിതങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ സാധിക്കുന്നത് ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, വേറൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ദൈവത്തെ വിളിച്ചെങ്കിൽ മാത്രമാണ് ദൈവം നമ്മളെ സംരക്ഷിക്കത്തുള്ളൂ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, തമ്പുരാനെ അനുസരിക്കുന്നവരെ, ദൈവവചനവും ദൈവത്തിൽ വിശ്വാസത്തോടു കൂടി നമ്മളെ പൂർണ്ണമായിട്ട് അർപ്പിച്ചിരിക്കുന്നവർക്ക് മാത്രമുള്ളതാണ് സംരക്ഷണം. അല്ലാതെ നമ്മൾ ദൈവത്തെ അനുസരിക്കാതെ തോന്നിയ പോലെ നടക്കുന്ന ഒരു ജീവിതമാണെന്നുണ്ടെങ്കിൽ കർത്താവിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവിടെ സാത്താൻ അധികാരം സ്ഥാപിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ അനുവാദം കൊടുക്കാതെ ഒരിക്കലും ദൈവത്തിനോ പിശാചിനോ നമ്മളെ കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കത്തില്ല. അപ്പം നമ്മൾ ശരിയായത് തിരഞ്ഞെടുക്കുകയാണ്, ഞാൻ ഇനി മുതൽ വിശ്വാസത്തിൻ്റെ പാതയിൽ പോകും, തെറ്റുപേക്ഷിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ വഴിയെ പോകാനായിട്ട് ദൈവം നമുക്ക് വഴി തുറന്നു തരും. അതേസമയം ഇനി ഞാൻ നന്നാവത്തേയില്ല, ഒന്നുമില്ല, എൻ്റെ ജീവിതമേ ഇതോടുകൂടി തീർന്നു, ഞാൻ ഇനി മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് തോന്നിയ പോലെ ജീവിക്കുക എന്ന രീതിയിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ, അതോടൊപ്പം തന്നെ മദ്യവും മയക്കുമരുന്നും മറ്റു പാപത്തിനുമൊക്കെ അടിമപ്പെട്ട് ജീവിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ആത്മാവിന് ബലി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് സാത്താന് കൊടുക്കുകയാണ്. അതിൽ നിന്ന് കരകയറാൻ ഒരു ദൈവമകനും ഒരു ദൈവമകൾക്കും ഡെലിവറൻസ് കിട്ടിയെങ്കിൽ പോലും വളരെ ശ്രദ്ധയോടുകൂടി ജീവിച്ചില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മളെ സാത്താൻ അടിച്ചിരുത്തും. അതുമാത്രമല്ല, നമ്മുടെ ആയുസ്സെന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ തീരുകയും ചെയ്യും. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് അത് സന്തോഷത്തോടെ ജീവിച്ചു തീർക്കാനാണ്. അല്ലാതെ നമ്മൾ പല ആളുകളും, അതായത് ഭൂരിഭാഗം മനുഷ്യരും പറയുന്നൊരു വാക്കുണ്ട്, മനസ്സമാധാനമില്ലായ്മ എന്നതാണ് നമ്മളൊക്കെ പറയുന്നൊരു കാര്യം.
ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സമാധാനം എന്ന് പറയുന്നത് തേടി നമ്മൾ ഒരിക്കലും ഒരാളുടെ അടുത്തേക്കും പോയിട്ട് കാര്യമില്ല, നമുക്ക് സമാധാനം കിട്ടില്ല. ഹല്ലേലൂയ. നമ്മൾ സമാധാനം തേടി പോവേണ്ടത് ഒറ്റയിടമുള്ളൂ, ദൈവസന്നിധിയിലാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കൊന്നും വേണ്ട, അമ്മയുടെ അരികിലിരുന്ന് അമ്മയോട് ഉള്ള ആ ഒരു സ്നേഹവും ആരാധനയും ഒക്കെ നമ്മൾ പ്രകടിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ അമ്മ നമ്മളെ ചേർത്ത് പിടിച്ചുകൊള്ളും. അപ്പം നമ്മൾ അറിയാതെയാണെങ്കിൽ പോലും ഒരു പാപത്തിലേക്ക് വഴുതി വീഴാൻ തുടങ്ങുമ്പോൾ അമ്മ നമ്മളെ ചേർത്ത് പിടിക്കും, നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ തരുന്നതായിരിക്കും. നമ്മളെ യേശുവിലേക്ക് അടുപ്പിക്കാനായിട്ട് അമ്മയോട് നമ്മൾ സമർപ്പണ ജീവിതം നയിച്ചാൽ മാത്രം മതി നമുക്ക് എളുപ്പത്തിൽ കർത്താവിനെ കിട്ടാനായിട്ട് പരിശുദ്ധ അമ്മ സഹായിക്കുന്നതായിരിക്കും കേട്ടോ. ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുകയാണ്, വെറും ഒരു ഭക്തിയിൽ ഒതുക്കി തീർക്കേണ്ട ഒന്നല്ല ദൈവസ്നേഹവും മാതാവിനോടുള്ള സ്നേഹവും ഒക്കെ. അപ്പോൾ ഇനി വരുന്ന നാളുകളിലൊക്കെ വളരെ ശക്തിയോടെ പ്രാർത്ഥിക്കണം. ഒരുപാട് ദൈവമക്കൾ മരണപ്പെട്ട് പോകുന്നുണ്ട്. നമ്മൾ ഓരോ ദിവസവും ഓരോരോ വളരെയധികം വേദന നിറഞ്ഞ സങ്കടം നിറഞ്ഞിട്ടുള്ള വാർത്തകളാണ്. നമ്മളൊന്ന് ആലോചിക്കുക, നമ്മൾ എത്ര സുഖകരമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ? നമുക്ക് സമാധാനപരമായിട്ട് ഉറങ്ങാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ ഒരുപാട് ദൈവമക്കൾ, ഒത്തിരി കുടുംബങ്ങളിൽ സമാധാനമില്ലാതെ കണ്ണുനീരോടുകൂടി എന്നും കഴിയേണ്ടി വരുന്ന ഒത്തിരി, അതായത് ദാരിദ്ര്യവും പട്ടിണിയായിരുന്നു പണ്ടത്തെ അവസ്ഥയെങ്കിൽ ഇന്നത്തെ ദാരിദ്ര്യം എന്ന് പറയുന്നത് എന്താണ്? സ്നേഹമില്ലായ്മയാണ്. അപ്പോൾ ഇതില്ലാതെ വരുമ്പോൾ, ഇത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ ഇരുട്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മൾ കർത്താവിനെ നോക്കണം. അവനെ നോക്കിയവർ പ്രകാശിതരായി. ഹല്ലേലൂയ. അപ്പം കർത്താവിനെ നോക്കുമ്പോൾ നമ്മൾ പ്രകാശത്തിൽ ജ്വലിക്കണം. എന്നാൽ നമ്മളെ മറ്റുള്ളവർ നോക്കുമ്പോൾ അവരും ആ പ്രകാശത്തിൽ ജ്വലിക്കണം. അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആവേ മരിയ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു സമയമെന്ന് പറയുന്നത് വിലപ്പെട്ടതാണ്. അതിനെ പരമാവധി ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. കളയാതിരിക്കുക. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിച്ചും വളരെയധികം എളിമയോടുകൂടി ദൈവസന്നിധിയിൽ നമ്മുടെ കുടുംബങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും അതോടൊപ്പം എല്ലാ ദൈവമക്കൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം കേട്ടോ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് അതിശക്തമായിട്ടുള്ള ഒരു വലിയൊരു ശക്തി തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അമ്മയോട് ചേർന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്താനായിട്ട് ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. എനിക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും അധികമായിട്ട് രാവിലെ വെളുപ്പിനെ എണീറ്റ് വരുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് എൻ്റെ ഒരു മനസ്സിൽ തോന്നിയതാണ്, അതായത് ഒരുപാട് ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കും. അപ്പോൾ എൻ്റെ വീട്ടിലങ്ങനെ ഞങ്ങൾ പുതിയ ഭവനം മേടിച്ച് മാറിയത് കൊണ്ട് തന്നെ വീടിന് ഫ്രണ്ടിൽ അങ്ങനെ ചെടികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആകെ ഉണ്ടായിരുന്ന ഒരു മന്ദാരം, നിങ്ങൾ മന്ദാരം കണ്ടിട്ടുണ്ടാവും അല്ലേ? അത്യാവശ്യം വലിയ മന്ദാരമാണ് കേട്ടോ, മന്ദാരമാണ്. പക്ഷെ അതിൽ പൂക്കളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ഇവിടെ ഒന്നോ രണ്ടൊക്കെ പൂക്കളിങ്ങനെ ഉണ്ടായി നിൽക്കുമായിരുന്നു. ഞാനിത് എന്നും ഇങ്ങനെ പൂ ഉണ്ടാകാൻ വേണ്ടി നനച്ചു കൊടുക്കും, പക്ഷെ ഇതിൽ പൂക്കൾ ഉണ്ടാവാറുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം എൻ്റെ പ്രിയപ്പെട്ടവർ, ഞാൻ ഇതിൽ നിന്ന് ഒരു കുറച്ച് പൂക്കൾ പറിച്ച് മാതാവിൻ്റെ അരികിൽ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അതായത് ഒരുപാട് ദൈവമക്കൾക്ക് വേണ്ടിയിട്ട്, പാപത്തിൽപ്പെട്ടിരിക്കുന്ന മരണപ്പെട്ടു പോയതുമായിട്ടുള്ള ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് അമ്മയുടെ ഹൃദയത്തോട് ചേർന്ന് സമർപ്പിച്ച് ഞാനിങ്ങനെ പൂക്കൾ വെക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഈ മന്ദാരത്തിൽ നിറയെ പൂക്കളുണ്ടാവാനായിട്ട് തുടങ്ങി. അപ്പം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ, ഞാൻ എന്നും അമ്മയ്ക്ക് മന്ദാരത്തിന് ഈ പൂക്കൾ സമർപ്പിച്ച് മാല കെട്ടി കോർക്കാം, പക്ഷെ അതിൽ പൂക്കൾ വേണമല്ലോ കെട്ടാനായിട്ട്, ഇതിൽ പൂക്കളില്ല. അപ്പോൾ അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് അറിയിക്കാനും അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇത് സമർപ്പിക്കാനും അനേകം ദൈവമക്കൾക്ക് അമ്മയിലൂടെ സമർപ്പിക്കാനും വേണ്ടിയിട്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഈ മന്ദാര ചെടിയിൽ നിറയെ പൂക്കളുണ്ടായതായിട്ട് കണ്ടാൽ തീർച്ചയായിട്ടും അമ്മയുടെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു
അന്ന് പ്രാർത്ഥന ഞാൻ അവസാനിപ്പിച്ചത്. ഹല്ലേലൂയ. എന്നിരുന്നാലും അത്ഭുതമെന്ന് പറയട്ടെ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിറയെ പൂക്കളാണ്. കാരണം പല ആളുകൾക്കും പലതും പറയും. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാൻ പറിക്കും തോറും ആ മന്ദാരത്തിൽ ഇലയല്ല പൂവാണ് അധികമായിട്ട്. ഇത്രയും പൂക്കൾ ഞാനിവിടെ വന്നിട്ടിപ്പോൾ 7-8 മാസത്തോളം ആയിട്ടുണ്ട്. വന്ന സമയങ്ങളൊന്നും തന്നെ, അതായത് ഈ ഇത്രയും മാസം, അതായത് ഈ കഴിഞ്ഞ മാസം വരെ അതിൽ പൂക്കളില്ല എന്നുള്ളതാണ്. 1-2 പൂക്കൾ മാത്രം, അതായത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണുന്നു. പക്ഷെ ഇത് നിറയെ പൂക്കളുണ്ടാകും. ഞാൻ പറിക്കും തോറും പരിശുദ്ധാമ്മയുടെ സമർപ്പിക്കും തോറും നിറയെ പൂക്കളുണ്ടാകുമായിരുന്നു. എനിക്കിവിടെ പൂച്ചെടികൾ നട്ടുപിടിപ്പിക്കണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അതിനുള്ളൊരു മാനസാവസ്ഥയിലായിരുന്നില്ല. അപ്പം ഈ പൂക്കൾ അമ്മയ്ക്ക് സമർപ്പിക്കുക എൻ്റെ ഒരു ഹോബിയാണ്. ഭയങ്കര ആഗ്രഹമാണ് പൂക്കൾ അമ്മയ്ക്ക് സമർപ്പിക്കുക എന്ന് വെച്ചാൽ അനേകം ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണ്. അപ്പോൾ ഇങ്ങനെ സമർപ്പിക്കുന്നത് എനിക്ക് അത് ഞാൻ അന്നൊരു തമാശ രൂപേണയാണെങ്കിൽ പോലും എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹത്തിൽ നിന്നുകൊണ്ടാണ് പറഞ്ഞതെങ്കിലും അമ്മ അത് സ്വീകരിച്ചു. അപ്പോൾ ഞാൻ പറിക്കും തോറും അതിൽ പൂക്കളിങ്ങനെ കൂടാൻ തുടങ്ങി. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇന്ന പോലെ. അപ്പോൾ ഹസ്ബൻഡ് ഒരു ദിവസം പറഞ്ഞു, നിറയെ പൂക്കളുണ്ടല്ലോ ഇതിൽ, പൂത്തല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനെ കാണിച്ചു കൊടുത്തു. ഒരു ദിവസം രാവിലെ ഞങ്ങൾ പ്രഭാതത്തിൽ എഴുന്നേറ്റ് വരുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച ഇതാണ്. ഈ നിറയെ പൂക്കളാണ്. നമുക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. നമ്മൾ വിചാരിക്കും കാലാവസ്ഥ മാറിയതുകൊണ്ട് പൂവിട്ട, പക്ഷേ ഇത്രയും പൂക്കൾ ഒരിക്കലും പോലും അതിനകത്ത് ഞാൻ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. അത്രയും എനിക്ക് അത്ഭുതകരമായിട്ട് തോന്നിയൊരു കാര്യമാണത്. കാരണം ആ പൂക്കൾ കൊണ്ട് അനേക ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ ഓരോ ദിവസവും സമർപ്പിക്കുന്നതാണ്. അതുപോലെ ഞാൻ പറഞ്ഞു, ഒരിക്കൽ പോലും ഈ മന്ദാരം നശിച്ചു പോകല്ലേ അമ്മേ, എനിക്ക് ഇതിൽ നിന്നും പൂക്കൾ പറിച്ച് ഒത്തിരി ആത്മാക്കൾക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കണം എന്നും പറഞ്ഞിട്ടാണ് ഞാൻ ഈ പൂക്കൾ സമർപ്പിക്കുന്നത്. എന്നും രാവിലെ ഏൽക്കുമ്പോൾ അമ്മയ്ക്ക് കുറേ പൂക്കൾ സമർപ്പിച്ച് എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന അർപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ വൈകുന്നേരം ആകുമ്പോൾ അതിൽ നിന്ന് പൂക്കൾ വാടാറില്ല. അപ്പോൾ ഈ പൂക്കൾ പറിച്ചിട്ട് ഞാനത് മാല കെട്ടി അമ്മയ്ക്ക് സമർപ്പിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ശക്തിയാണ്. ഞാനിത് ഓർമ്മപ്പെടുത്താൻ കാരണം പരിശുദ്ധ അമ്മയോടുള്ള വലിയ ആരാധനയുണ്ടല്ലോ. നമ്മളെ അമ്മയോടുള്ള ഭക്തിയല്ല, അമ്മ അല്ലെങ്കിൽ നമ്മൾ അമ്മയായിട്ട് കാണുമ്പോൾ ഒരു മകൾക്ക് അമ്മയോടാണ് കൂടുതൽ അടുക്കാൻ പറ്റത്തുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥന സമർപ്പിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ശക്തിയുണ്ട്. അപ്പോൾ ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് മക്കൾ മരണപ്പെട്ടു പോവുകയാണ്. അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ആദ്യം നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരുടെ സമയം കളയരുത് കേട്ടോ. ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. കർത്താവ് കുരിശിലേറിയ സമയത്തുണ്ടല്ലോ, ഈശോ കുരിശിലേറുന്നതിന് മുമ്പേ പറഞ്ഞിരുന്നു, ഞാൻ ഈ ദേവാലയം ജെറുസലേം ദേവാലയത്തെ നോക്കി പറഞ്ഞിരുന്നു, ഈ കല്ലുമേൽ കല്ല് ശേഷിക്കാതെ ഇത് നശിക്കുമെന്ന് പറഞ്ഞു. 3-ാം ദിവസം ഞാനിത് കെട്ടിപ്പടുക്കുമെന്നും കർത്താവ് പറഞ്ഞിരുന്നു അല്ലേ. ഈശോ കുരിശിൽ മരിച്ചു കിടക്കുന്ന സമയത്ത്, മരിക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരുപാട് പേര് ഈശോയെ കളിയാക്കുന്നുണ്ട്. യഹൂദര രാജാവെന്നും പറഞ്ഞ് തലക്കെട്ട് എഴുതി വെച്ചു. അതോടൊപ്പം തന്നെ നീ ദൈവപുത്രനാണെങ്കിൽ നീ നിന്നെ തന്നെ രക്ഷിക്കുക, നീ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ഈ വചനഭാഗം ധ്യാനിച്ച സമയത്ത് എൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ പരിശുദ്ധാത്മാവ് തന്നൊരു സന്ദേശം എന്താണെന്ന് അറിയാമോ? നമ്മളും കുരിശിൽ കിടക്കുന്നവരാണല്ലേ, നമ്മൾ നിരന്തരം കുരിശിൽ കിടക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ ആ കുരിശിൽ നിന്ന് താഴെ ഇറങ്ങാൻ വേണ്ടി സാത്താൻ കുറേ പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളും കുരിശിൽ കിടക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആ കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ഒത്തിരി ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ആ കുരിശിൽ കിടന്നുകൊണ്ടാണ് ഈശോയുടെ അപ്പുറത്തും ഇപ്പുറത്ത് 2 കള്ളന്മാരുണ്ട്. അതിലൊരു കള്ളൻ അല്ലേ, നല്ല ഒരു കള്ളൻ, നമ്മൾ നല്ല കള്ളൻ എന്ന് പറയും, പക്ഷേ ദൈവം നമുക്കത് കാണിച്ചു തന്നതാണ്. അപ്പോൾ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചത് ഈശോ ആ സഹനം അനുഭവിച്ചുകൊണ്ടാണ്. നമ്മൾ ആ സഹനത്തിൽ നിന്നുകൊണ്ട്, നിങ്ങൾ ഇന്ന് ഏത് സഹനത്തിലാണോ നിൽക്കുന്നത്, പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ആ സഹനത്തെ ദൈവത്തിന് കൊടുത്തുകൊണ്ട് ആ സഹനത്തിൽ നിന്നുകൊണ്ട് ഒരുപാട് ദൈവമക്കൾക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അതുപോലെ മാതാവിന് പറ്റുമെന്നുണ്ടെങ്കിൽ പൂക്കളൊക്കെ സമർപ്പിച്ച് ഇതുപോലുള്ള ആത്മാക്കൾക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാണെങ്കിൽ അതമ്മ സ്വീകരിക്കും കേട്ടോ.
അപ്പോൾ ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ എല്ലാവരും ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ഒത്തിരി അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇരിക്കണം. മറന്നു പോവരുത്, നമുക്ക് ജീവിതം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. അത് വളരെ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥന കൂടാതെ പോകാൻ പറ്റത്തില്ല. അപ്പോൾ യേശുവിനോട് കൂടെ നിൽക്കുക കേട്ടോ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക.